ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. അതും മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു പൊളി കട്ട്ലറ്റ്. ഈ വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് കട്ട്ലറ്റാണ് നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള കട്ട്ലറ്റ്. സ്വീറ്റ് ആൻഡ് സ്പൈസി കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നൽവ പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ സ്പൈസി ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മധുരക്കിഴങ്ങ് 700 ഗ്രാം, അത് പുഴുങ്ങി തൊലി കളഞ്ഞ് വച്ചിട്ടുണ്ട്. സവാള 2 എണ്ണം വലുത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് 2 എണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ. മല്ലിയില 1 പിടി. ബ്രെഡ് ക്രംസ് അഥവാ റൊട്ടിപ്പൊടി കട്ട്ലറ്റ് കോട്ട് ചെയ്യാൻ ആവശ്യമായത്. ആദ്യം പുഴുങ്ങി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല മാവ് പോലെ നമുക്ക് ഉടച്ചെടുക്കാം. ഇപ്പോൾ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില എന്നിവ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിനുള്ള കൂട്ടൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം എടുത്ത് ഇഷ്ടമുള്ള ആകൃതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ റൗണ്ടായിട്ടോ ഓവൽ ഷേപ്പിലോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാൻ ആവശ്യമായ ബാറ്റർ ഒന്ന് തയ്യാറാക്കണം. അത് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനെ പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കുരുമുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. മുട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇനി നമുക്ക് കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കി അതിൽ മുക്കി പൊരിച്ചെടുത്താലും മതിയാവും. ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് അഥവാ റൊട്ടിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സ്പൈസി ആൻഡ് ടേസ്റ്റി മധുരക്കിഴങ്ങ് കട്ട്ലറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ബേക്കറികളിലും സ്നാക്ക് ബാറുകളിലും നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി മധുരക്കിഴങ്ങ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.